നമ്മൾ വളരെ ഗൗരവത്തിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തിലാണ് ഈ ഹദീസ് പറഞ്ഞത് എന്നുള്ളതാണ്. അവിടുന്ന് മരണവേളയിൽ പറയുന്ന ഒരു ഹദീസാണത്. നമ്മുടെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നമുക്കിത് പറഞ്ഞു തരുന്നത് വളരെയധികം പ്രയാസത്തോടു കൂടിയുള്ള ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണവേദന വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് മുഖത്തേക്ക് തുണി വലിച്ചിടുന്നുണ്ട്. എന്നിട്ട് ശ്വാസം മുട്ടുന്ന സമയത്ത് ആ തുണി നീക്കിക്കൊണ്ടാണ് അവിടുന്ന് പറയുന്നത് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, യഹൂദ നസ്രാണികൾക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ, ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവരവരുടെ അമ്പിയാക്കളുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രമാക്കി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടുന്ന് ആ ഖബറുകളെ ആരാധിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, ഖബറിന്മേൽ സുജൂദ് ചെയ്തു എന്നും അവിടുന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഖബറിനെ കിബിലയാക്കിയതാണ് എന്നും ഈ ഹദീസിൽ പറഞ്ഞിട്ടില്ല. ആമായിട്ടാണ് സഹോദരങ്ങളെ ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, യുഹദ്ദിറു മാ സനഉ, അവർ ചെയ്ത കാര്യത്തെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അഥവാ ഖബറിന്റെ അടുക്കൽ വന്ന് ആരാധന കേന്ദ്രമാക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് നിങ്ങൾ കേൾക്കണം. ലഅനല്ലാഹുൽ യഹൂദ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ് എന്ന് പറയുന്ന ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ആയിഷ പറയാണ് റളിയല്ലാഹു അൻഹ, ലൗലാ ദാലിക ലഉബ്രിസ ഖബ്റുഹു, അങ്ങനെ അല്ലായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അത് പുറത്തെങ്ങാനും വെക്കുമായിരുന്നു, വെളിയിൽ വെക്കുമായിരുന്നു. ഖുഷിയ ഔ ഖശിയ അൻ യുത്തഖദ മസ്ജിദ, അത് മസ്ജിദായി സ്വീകരിക്കപ്പെടും, ആളുകൾ അവിടെ വന്ന് ആരാധനകൾ മറ്റും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ വന്ന് ആളുകൾ ആരാധന മറ്റും ചെയ്യുമെന്നുള്ള പേടി കാരണത്താലാണ് യഥാർത്ഥത്തിൽ ആ ഖബർ അവിടെ തന്നെ വെച്ചത് എന്നുള്ളത് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ ഖബറുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അവരെവിടെ വെച്ചാണോ മരിക്കുന്നത് അവിടെ തന്നെ അവരെ മറമാടുക എന്നുള്ളതാണ്. കാരണം അത് ഹദീസിൽ വളരെ കൃത്യമായി വന്നിട്ടുണ്ട്. സഹാബികൾ ആശങ്കയോടുകൂടി നിൽക്കുന്ന സമയത്ത് എല്ലാവരും മറന്നുപോയി ആ ഹദീസ്. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ഹദീസ് ഓർമ്മ വരികയും അവിടുന്ന് ഉദ്ധരിക്കുകയും ചെയ്തു, മാ ഖബലല്ലാഹു നബിയ്യൻ ഇല്ലാ ഫിൽ മൗദിഇല്ലദീ യുഹിബ്ബു അൻ യുദ്ഫന ഫീ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നബിയുടെ റൂഹും പിടിക്കുകയില്ല എവിടെയാണോ അവർ മറമാടാൻ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് അവിടെ വെച്ചിട്ടല്ലാതെ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞതാണ് ഇദ്ഫനൂഹു ഫീ മൗദിഇ ഫിറാശിഹി, എവിടെ വെച്ചാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത് ആ വിരിപ്പിന്റെ ആ ഭാഗത്ത് തന്നെ മറമാടിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് മറമാടുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലരും ഈ ആളുകൾ, സമസ്തക്കാരായ ആളുകൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള പ്രചരിപ്പിക്കുന്ന ആളുകൾ പൊതുവെ സാധാരണക്കാരായ ആളുകളെ വഞ്ചിക്കാറുണ്ട്, കബളിപ്പിക്കാറുണ്ട്. പലപ്പോഴും അവർ കബളിക്കപ്പെടും. കാരണം ഇന്നത്തെ കാണുന്ന സമയത്ത് അങ്ങനെയാണ്. അഥവാ മസ്ജിദുൻ നബവിയുടെ അകത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മറമാടിയത് എന്നുള്ളത് പലരും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇവർ പറയാറുള്ളത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അതൊരിക്കലും മസ്ജിദുൻ നബവിയിലല്ല വെച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം. മറിച്ച് അവിടുത്തെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. ആ വീട് എങ്ങനെയാണ്? ആ വീട് ഹുജറാത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വീടുകൾ മസ്ജിദുൻ നബവിയുടെ ചാരത്താണ് ഉണ്ടായിരുന്നതെന്ന് കാണാൻ സാധിക്കും. അതോ മസ്ജിദുൻ നബവിക്ക് ഒരു മതിലുണ്ട്, അതിനപ്പുറത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടുണ്ട്. ആ വീടിനകത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ ഒരിക്കലും മസ്ജിദുൻ നബവിയിൽ കൊണ്ടുവച്ചിട്ടുള്ളതല്ല. അതല്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അവിടെ വെച്ചതിന് ശേഷവുമല്ല മസ്ജിദുൻ നബവി ഉണ്ടാക്കിയിട്ടുള്ളത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ ആദ്യം പറഞ്ഞ ചിലപ്പോൾ ചിലർക്കെങ്കിലും ആശങ്ക ഉണ്ടായേക്കും ഖബർ മസ്ജിദുൻ നബവിയുടെ അകത്തേക്ക് വെച്ചതാണ് എന്നാണ്. സഹോദരങ്ങൾ, ഒരിക്കലും അങ്ങനെയല്ല. പിന്നീട് പല പ്രാവശ്യം അബൂബക്കർ സിദ്ദീഖിൻ്റെയും അതുപോലെ ഉമർ ബിൻ ഖത്താബിൻ്റെയും റളിയല്ലാഹു അൻഹുമ അവരുടെയൊക്കെ കാലത്ത് മസ്ജിദിൻ്റെ വിപുലീകരണം വരുന്ന സമയത്ത് അവരാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ ഭാഗത്ത്, അഥവാ നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീനിൻ്റെ, മുഅ്മിനീങ്ങളുടെ മാതാക്കളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വീടിന്റെ ഭാഗത്തേക്ക് വിപുലീകരണം നടത്തിയിട്ടില്ല എന്ന് കാണാൻ സാധിക്കും, ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഹിജ്റ 92-ലൊക്കെയാണ്, അഥവാ സ്വഹാബികൾ ആരുമില്ലാത്ത കാലഘട്ടത്തിലാണ് വലീദ് ബിൻ അബ്ദുൽ മലിക് റഹിമഹുല്ലാ എന്ന് പറയുന്ന ഭരണാധികാരി ആദ്യമായി മസ്ജിദുൻ നബവിയുടെ വിപുലീകരണം ആ ഭാഗത്തേക്ക്, അഥവാ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുള്ള ആ ഭാഗത്തേക്ക് അത് കൊണ്ടുപോകുന്നത് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ അത് കൊണ്ടുപോയപ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പുറകിലേക്ക് എന്ത് വന്നിട്ടുള്ളത്, നിസ്കരിക്കാനുള്ള സ്ഥലം വന്നിട്ടുള്ളത്. അതല്ല എങ്കിൽ അത് മസ്ജിദ് വേറെയാണ്, അതുപോലെ തന്നെ നിസ്കരിക്കുന്ന സ്ഥലവും വേറെയാണ്.
അഥവാ സഹോദരങ്ങളെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ്, ഞാൻ ഏകദേശം അതിന്റെ സ്കെയിലിലല്ല വരക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് ഇങ്ങനെയാണെങ്കിൽ ഇത് ഖിബലയുടെ ഭാഗമാണ്, ഇത് ഖിബലയുടെ ഭാഗമാണ്, ഈ ഭാഗത്താണ് ഖിബല ഉള്ളത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് ഇവിടെയാണ് എങ്കിൽ ഇപ്പുറത്താണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട് വരുന്നത്, അവിടെ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് എന്ന് കാണാൻ സാധിക്കും. പിന്നീട് ആദ്യ കാലഘട്ടത്തിലുള്ള വിപുലീകരണം ഈ ഭാഗത്തേക്കും മറ്റുമൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ഈ ഭാഗത്തേക്കുമൊക്കെ വിപുലീകരണം വന്നു. പിന്നീട് ഈ പറഞ്ഞ വിപുലീകരണം വരുന്ന സമയത്ത്, ഹിജ്റ 90-കൾക്ക് ശേഷം വരുന്ന സമയത്ത് ഈ ഭാഗത്തുകൂടി വിപുലീകരണം വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ വീട്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിന്റെ അകത്തേക്കാകുന്ന രൂപത്തിൽ തോന്നിയിട്ടുള്ളത്. അപ്പോൾ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, മഹാന്മാരായ അന്നത്തെ ഭരണാധികാരികൾ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ളയെ പോലുള്ള ഭരണാധികാരികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഭാഗത്തേക്ക് ആളുകൾ ഇവിടെ നിസ്കരിക്കുന്ന സമയത്ത് ഈ ഇതൊരു മസ്ജിദിലേക്ക്, ഇതൊരു ഖബറിലേക്ക് തിരിയുന്ന രൂപത്തിലേക്ക് ആക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരു കോണ് രൂപത്തിൽ അതിനു ചുറ്റും ഒരു കെട്ടിടം ഉണ്ടാക്കിയത് കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു പെൻഡഗണ്ട ഷേപ്പിൽ അതിന്റെ പുറകു വശത്തേക്കാണ് ഒരു കോണ് പോലെ, അഥവാ ആളുകൾ അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന രൂപത്തിലേക്ക് ആകാതിരിക്കുന്നതിന് വേണ്ടിയും മറ്റുമൊക്കെ അവർ ആ രൂപത്തിൽ പണിഞ്ഞത് കാണാൻ സാധിക്കും. പിന്നീട് അതിനു ചുറ്റുമാണ് ഒരു പിൽക്കാലത്ത് ഒരു ഗ്രില്ല് കൊണ്ട്, നമ്മൾ ഇന്ന് കാണുമ്പോൾ ഉള്ളിലേക്ക് നോക്കിയാൽ ഒരു പച്ച ഗ്രില്ല് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രില്ല് രൂപത്തിലുള്ളത് അതിനു ചുറ്റുമാണ്. അതിനും പുറത്തുള്ള എടുപ്പാണ്, അതിനും പുറത്തുള്ള ആ ചുമരാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഇതൊരിക്കലും മസ്ജിദ് നബവിയുടെ അകത്തല്ല എന്ന് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊന്നുകൂടി നിങ്ങൾക്ക് ബുദ്ധിപരമായി നിങ്ങൾക്കൊരു സ്ഥലവുമായി ബന്ധപ്പെട്ട രീതിയിലൊക്കെ പറഞ്ഞു തരണമെങ്കിൽ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക. ഒരാൾക്ക് ഇതേപോലെ ഒരു പ്ലോട്ട് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇതേപോലെ ഒരാൾക്കൊരു പ്ലോട്ടുണ്ട്. ആ പ്ലോട്ടിൻ്റെ പിന്നീട് അതിൻ്റെ ചുറ്റും ഉള്ള ഈ സ്ഥലത്ത് മറ്റൊരാൾ വന്നിട്ട് അതിൻ്റെ പ്ലോട്ട് ഒന്നായിട്ട് അതിൻ്റെ പുറത്തേക്ക് വാങ്ങി എന്ന് വിചാരിക്കുക. ഒന്നായിട്ട് അതിൻ്റെ പുറത്തേക്ക് വാങ്ങി. ഈ പറയുന്ന ഭാഗം, ഉദാഹരണത്തിന് ഇത് സെയ്ദിൻ്റെതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇത് സെയ്ദിൻ്റെതാണ്. പുറത്തുള്ള ഒരാൾ, വേറൊരാൾ വന്നിട്ട്, ഒരു അബൂബക്കർ വന്നിട്ട് ഈ സ്ഥലം മുഴുവൻ വാങ്ങിയെന്ന് വിചാരിക്കുക. ഇത് അബൂബക്കറിൻ്റെ സ്ഥലമാണ് എങ്കിൽ ഇതിപ്പോൾ പുറത്തുള്ള സ്ഥലം അബൂബക്കർ വാങ്ങിയതിനാൽ ഉള്ളിലുള്ള ഈ സെയ്ദിന്റെ സ്ഥലം അത് അബൂബക്കറിൻ്റെതാണ് എന്ന് ആരെങ്കിലും പറയും? ഇത് അബൂബക്കറിന്റെ സ്ഥലത്തിൽ പെട്ടതാണെന്ന് പറയുമ്പോൾ ഇല്ല, അത് സെയ്ദിന്റെ സ്ഥലമാണ്, അതിന് ചുറ്റും അബൂബക്കർ വാങ്ങിയിരിക്കുന്നു. പക്ഷെ സെയ്ദിന്റെ സ്ഥലം അത് ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഇതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് വിപുലീകരണം വന്നപ്പോൾ ആ വീട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കിടക്കുന്ന ഭാഗം അതിനുള്ളിലായി തോന്നിയിരിക്കുകയാണ്. അതല്ലാതെ ഒരിക്കലും മസ്ജിദുൻ നബവിയിലേക്ക് ഖബർ മയ്യിത്ത് കൊണ്ടുവച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബർ അടക്കിയിട്ടുള്ളത് മസ്ജിദുൻ നബവിയിലല്ല. അത് ദീർഘകാലം സഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അതങ്ങനെ മസ്ജിദിന്റെ പുറത്ത് തന്നെയായിരുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പുറത്ത് തന്നെ അവിടെ തന്നെ വെച്ചത്? നമ്മൾ പറഞ്ഞു, അമ്പിയാക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. എവിടെ വെച്ചാണോ മരണപ്പെടുന്നത് അവിടെ തന്നെ മറമാടണമെന്നുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ അതിൻ്റെ കാരണവും പറഞ്ഞു. അത് പുറത്തെങ്ങാനും വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആളുകൾ അവിടെ വന്ന് ഇബാദത്തുകൾ ചെയ്യുമോ എന്നുള്ള പേടി കാരണത്താലാണ് എന്നും ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും മസ്ജിദുൻ നബവിയുടെ അകത്താണ് ഖബറുള്ളത്, അതല്ലെങ്കിൽ മറ്റു ഇന്ന് കാണുന്ന രൂപത്തിൽ ദർഗകളുള്ള പള്ളിയിലുള്ളത് പോലെയാണ് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം ദർഗകളുള്ള എല്ലാ പള്ളികളും നിങ്ങൾ നോക്കിക്കോളൂ, രണ്ടാലൊരു രൂപത്തിലാണ് അത് ഉണ്ടായിട്ടുള്ളത്. ഒന്നുകിൽ ഒരു മനുഷ്യൻ അവിടെ മരിച്ചു കഴിഞ്ഞാൽ അതിനു ചുറ്റും ഇങ്ങനെ എടുപ്പുകൾ ഉണ്ടാക്കി അത് മസ്ജിദാക്കി തീർക്കുന്ന ഒരു പതിവ് അങ്ങനെ ഉണ്ടാകാറുണ്ട്. അതല്ലെങ്കിൽ ഒരു മസ്ജിദിനകത്തേക്ക് ഒരു മഹാൻ മരിച്ചു കഴിഞ്ഞാൽ അയാളെ കൊണ്ടുപോയി അവിടെ മറമാടാറുണ്ട്. ഈ രണ്ട് രൂപത്തിലുള്ളതും നമുക്ക് കാണാൻ സാധിക്കും. ഈ രണ്ട് രീതിയിലുമല്ല മസ്ജിദുൻ നബവി ഉള്ളത്. അതുകൊണ്ട് സാധാരണ ദർഗകളെ പോലെ ഒരിക്കലും മസ്ജിദുൻ നബവിയെ കാണരുത്, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്, ആളുകളെ വഞ്ചിക്കരുത് എന്ന് വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.